ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി രണ്ടു കൂട്ടരോടും കൂടി കഴിഞ്ഞത് കഴിഞ്ഞു, അതിവിടെ വെച്ച് ഒത്തുതീർത്തു. ഇനി ഇതിന്റെ പേരില് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ശരി സർ. രുക്മിണിയോടും കൂടിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി സർ. എന്താ അതുപോലെ സാറ് പറയുന്നതാ തീരുമാനം. മാസ്റ്റർ പ്ലാനും മാസ്റ്റർ ബ്രെയിനും അംബിക മഠത്തിന്റെ തന്നെയാ. പക്ഷേ ഇത് നടപ്പിലാക്കിയത് ഞാനാ. എന്റെ ഒരു എമൗണ്ട് ഞാൻ പറയും, കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുമ്പോ അതിങ്ങ് തന്നേക്കണം. ഓ, അത് പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ സാറേ? നാദമേ, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ട്. പേടിക്കണ്ടമ്മേ, കരയാതിരിക്കാൻ. എന്താ? എസ് ഐ സാറ് വരാൻ പറഞ്ഞിരുന്നു. എന്താ പേര്? ഇതെന്റെ അമ്മയാ, രാധമ്മ. ശരി. സർ, രാധമ്മ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറ. ശരി സർ. നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. വാമേ. ഒന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ടേക്ക്. നമസ്കാരം സർ. കൂട്ട നമസ്കാരമൊന്നും വേണ്ട. ഇത് ക്ഷേത്രത്തിന്റെ തിരുനടയൊന്നും അല്ല. പൊതുമര്യാദ അനുസരിച്ച് ചെയ്തു പോയതാണ് സർ. സാറിനത് വേണ്ടെങ്കിൽ വേണ്ട. നടന്നത് ഒരു കൊലപാതകമാ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുവാ. അതിലൊരു സംശയവുമില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും അത് വിശ്വസിക്കില്ലല്ലോ സർ. തെളിവല്ല ഈ സ്ത്രീക്കെതിരാ. കോടതിയും പോലീസും ഒക്കെ നോക്കുന്നതേ തെളിവുകളല്ലേ മിസ്റ്റർ. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് അറിയാനുള്ളൂ. പ്രതിയായ രാധമ്മയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണോ അതോ ഒരു സെറ്റിൽമെന്റിന് തയ്യാറാണോ? സാറ് സെറ്റിൽമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഞാൻ പരാതിക്കാരിയായ ശ്രീലക്ഷ്മിയോടും അവളുടെ ഭർത്താവ് ഹരീഷിനോടും സംസാരിച്ചു. അതനുസരിച്ച് അവര് വിട്ടിരിക്കുന്നതാ ഈ രുക്മിണി മാഡത്തെ. കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അവർക്കാണ്. അതിനൊരു കോമ്പൻസേഷൻ കൊടുത്തേ പറ്റൂ. ഒരു ചെറിയ ഡിമാൻഡാണ് ഇവർ പറയുന്നത്. ഒരു 15 ലക്ഷം. എന്തു പറയുന്നു? ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നോ അതോ കോടതിയിലേക്ക് പോകുന്നോ? വേണ്ട സാർ, ക്യാഷ് കൊടുക്കാം. എനിക്കൊരു 10 മിനിറ്റ് തരണം. അമ്മേ, നിങ്ങൾ എന്തിനാ കരയുന്നേ? മകളുടെ കുഞ്ഞിനെ കൊല്ലുമ്പോഴേ ഓർക്കണമായിരുന്നു. സർ പ്ലീസ്, നിങ്ങൾ പറയുന്ന എന്ത് ഡിമാൻഡിനും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? വീണ്ടും എന്തിനാ ഹരാസ് ചെയ്യുന്നത്? രാജു, ഈ രാത്രിയിൽ ഏത് ബാങ്കാ തുറന്നിരിക്കുന്ന? ATM ന്ന് കൂടുതലൊന്നും എടുക്കാനും പറ്റില്ല. ആ രുക്മിണിയുടെ അക്കൗണ്ട് നമ്പർ മേടിക്ക്, ഞാൻ എന്റെ കമ്പനി അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഏയ്, അതൊന്നും വേണ്ട. ഫണ്ട് കുറച്ച് എന്റെ പേരിലും കിടപ്പുണ്ട്. നിന്റെ ഇപ്പൊ എവിടുന്ന ഫണ്ട്? ഞാൻ സ്വന്തം കാശിനല്ലാതെ വീട് വാങ്ങില്ല എന്ന് പറഞ്ഞപ്പോ സാർ എനിക്കൊരു സാലറി അക്കൗണ്ട് തുടങ്ങി. 15 ലക്ഷം അതിൽ നിന്ന് എടുക്കാച്ചാ. അവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പോയത് എന്റെ കൂടപ്പറപ്പിന്റെ കുഞ്ഞല്ലേ. അതിന് പകരാവോ വെച്ചാ ഈ 15 ലക്ഷം.
എനിക്ക് ഈ കേസിൽ ഒരാളെ മാത്രമേ സംശയമുള്ളൂ, ആ രുക്മിണി. അവരാ ഇത് ചെയ്ത്. അവരും അംബികയും ഒറ്റ കയ്യ. ദേ ശേഖരൻ സാർ വന്നോ? ഋതു, രാജു, അവിടെ ഏട്ടൻ വല്ലാണ്ട് വിഷമിച്ചിരിക്കുക. കാര്യങ്ങൾക്ക് എന്തായി? കാര്യങ്ങള് ഞങ്ങൾ സോൾവ് ചെയ്തു. എങ്ങനെ? ആ, ഒരു ചെറിയ സെറ്റിൽമെന്റ്. അതിനാ രുക്മിണി വന്നിരിക്കുന്ന. രാജു, കാശ് എത്ര വേണമെന്ന് പറ, എന്റെ വണ്ടിയിലുണ്ട്. ഏയ്, കാശൊന്നും വേണ്ട സാറേ, അതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ വർമ്മ സാറ് കൂടുതലായിട്ടൊന്നും അറിയരുത്. എല്ലാം സോൾവ് ചെയ്തൊന്ന് പറഞ്ഞാൽ മതി. അപ്പോ കാശൊന്നും വേണ്ടല്ലോ? ഏയ്, ഒന്നും വേണ്ട. ആ ഋതു, എന്നാ ഋതു പറഞ്ഞതുപോലെ ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അകത്തോട്ട് ചെല്ലട്ടെ. രാജു, ഞാനും വരാം. അച്ഛാ. ക്യാഷ് ഇല്ലേ? ഈ രാത്രിയിൽ ക്യാഷ് എടുക്കാൻ ബാങ്ക് തുറന്നിട്ടില്ലല്ലോ സർ. ഇവരുടെ അക്കൗണ്ട് നമ്പർ തരാൻ പറയും, ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുക്കൂ. അയച്ചിട്ടുണ്ട്. ഓക്കെ. ആ, ഇനി 2 കൂട്ടരോടും കൂടി കഴിഞ്ഞത് കഴിഞ്ഞു. അതിവിടെ വെച്ച് ഒത്തുതീർത്തു. ഇനി ഇതിന്റെ പേരില് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ശരി സർ. രുക്മിണിയോടും കൂടിയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. വാമേ, വാ. അതമ്മേ. അവിടെ എന്തായെന്നൊന്നും അറിയില്ല. ശേഖർ നിന്ന് വിളിച്ചാലോ? എന്തായി ശേഖർ അവിടെ? പ്രശ്നം പരിഹരിക്കപ്പെട്ടു കേട്ടാ. പരസ്പരമുള്ള അവരുടെ തെറ്റിദ്ധാരണകൾ മാറിയെന്നാ രാജു പറഞ്ഞത്.